നമസ്കാരം. ബെല്ലറീന ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ 5ാമത്തെ സിനിമ. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീര ആക്ഷൻ പടം. നിങ്ങൾ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് അറിയാമല്ലോ, ലോകത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സിനിമകൾ തന്നിട്ടുള്ള ഫ്രാഞ്ചൈസാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ആ ലെവലിലുള്ളൊരു ആക്ഷൻ പരിപാടി ആയിരിക്കണം. ഇതങ്ങനെ തന്നെയുള്ളൊരു പരിപാടിയാണ്. കിഡിലനായിട്ട് വന്നിട്ടുണ്ട് സിനിമ. ആകെ 2 മണിക്കൂറിൽ പുറത്തേ ഈ സിനിമയേ ഉള്ളൂ. ഈ ഒരു ഫ്രാഞ്ചൈസിലെ 5ാമത്തെ സിനിമയാണ്. പക്ഷേ ആക്ച്വലി ഇത് സംഭവിക്കുന്നത് ജോൺ വിക്കിലെ 3ാമത്തെ സിനിമയ്ക്ക് ശേഷവും 4ാമത്തെ സിനിമയ്ക്ക് ഉള്ളിലുമായിട്ടാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ലേഡി ക്യാരക്ടറാണ് ഇതിനകത്ത് ലീഡ് റോളിൽ വരുന്നത്. അത് ചെയ്തിരിക്കുന്നത് അന ഡി അർമാസ് ആണ്. അവരറിയാമല്ലോ, ഗ്രേം ആൻഡ് നോ ടൈം ടുഡേ പോലുള്ള സിനിമകളിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ട് ചെയ്യുന്നൊരു അഭിനേത്രിയാണ്. അവർ ഇതിനകത്തും കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലെൻ വൈസ്മാൻ ആണ്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഷേ ഹാറ്റൻ എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ സിനിമകൾ കാണാത്ത ആളുകൾക്കും ഈ സിനിമ വർക്കാവും. കാരണം ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സ്ലോ നറേഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. ബട്ട് സ്റ്റിൽ സിനിമ ഒരു കഥയൊക്കെ ഡെവലപ്പ് ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഗംഭീരമായിട്ടുള്ളൊരു പേസിലേക്ക് പോവുകയും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ പരിപാടികളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്.